എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാത്രിയിൽ അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്. ഇഷ്ട വ്യക്തിയെ ഓർത്ത് ആദ്യം കാണുന്നൊരു ഫയൽ തിരഞ്ഞെടുക്കുക, അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ സൂര്യനെ പൈലായി സ്വീകരിച്ചുകൊണ്ട് റീഡിങ്ങിലേക്ക് പോകാം. രാത്രിയിൽ നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ആ വ്യക്തി. നിങ്ങൾക്കറിയാം നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളെ തിരിച്ച് സ്നേഹിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതിജീവിച്ചാണ് നിങ്ങൾ ജീവിച്ചു പോരുന്നത്. നിങ്ങൾ ജീവിതത്തിൽ ഏറ്റെടുത്ത അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കേണ്ടി വന്ന പ്രതിസന്ധികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്കൊരുപാട് ഹൃദയ ദുഃഖം സമ്മാനിക്കും. കാരണം അത്രത്തോളം ജീവിതത്തിൽ ദുഃഖം അനുഭവിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ. ഒരുപാട് വെല്ലുവിളികളും ഒരുപാട് പ്രതിസന്ധികളൊക്കെ നിങ്ങൾക്കുണ്ടായി. പക്ഷെ ആ വ്യക്തിയെ നിങ്ങൾ കണ്ടപ്പോൾ, ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ ദുഃഖങ്ങളൊക്കെ മാറിപ്പോയി. കാരണം ആ വ്യക്തി എന്നെന്നും നിങ്ങളെ സ്നേഹിക്കാൻ ഉണ്ടായിരുന്നെങ്കിലെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചത്. നിങ്ങൾ ആ വ്യക്തി അത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതിജീവിച്ച് ജീവിതത്തിലൂടെ കടന്നു പോയപ്പോഴും ആ വ്യക്തിയുടെ മഹത്തായ സ്നേഹം, ആ വ്യക്തിയുടെ മഹത്തായ ഇഷ്ടം, അത് നേടാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ആഗ്രഹിച്ചത്. ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് അതും രാത്രികാലങ്ങളിൽ എന്താണ് ചിന്തിക്കുന്നത് എന്നറിയാൻ നിങ്ങൾക്കൊരുപാട് ആഗ്രഹമുണ്ടാവും. നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതും നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ജീവിക്കുന്നതും ഒക്കെ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. ആ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് ജീവിതത്തിൽ മുന്നോട്ട് പോയത്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകുകയും അതിലെല്ലാം ആ വ്യക്തി അകപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു തെറ്റും ചെയ്യാതെ ആ വ്യക്തി പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുകയും ആ വ്യക്തിക്കെതിരെ പല കാര്യങ്ങളും മുദ്രകുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനസ്സ് ആ വ്യക്തിക്കുണ്ട്. ആ വ്യക്തിക്ക് ജീവിതത്തിൽ കിട്ടിയ ദുഃഖങ്ങളും കുറ്റബോധങ്ങളും നഷ്ടബോധങ്ങൾക്കൊക്കെ ഇടയിൽ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളൊരു ബോധ്യമാണ് ആ വ്യക്തിയെ നയിക്കുന്നത്. ആ വ്യക്തിയെക്കുറിച്ച്, ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് രാത്രികാലങ്ങളിൽ ചിന്തിക്കുന്നത് ആ വ്യക്തിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് നിങ്ങളെന്നുള്ളതാണ്. നിങ്ങളെക്കാൾ വലുതായിട്ടൊന്നിനെയും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നിങ്ങളെ ആ വ്യക്തി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒരുപാട് അനുഭവിച്ച ഒരു വ്യക്തിയാണ്. എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടി ജീവിതത്തിൽ വിജയം വരിക്കുന്നതിന് ആ വ്യക്തി കൃത്യമായ പല കാര്യങ്ങളും ചെയ്തിട്ടുമുണ്ട്. ആ വ്യക്തിയെ സംബന്ധിച്ച് തൻ്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് മുന്നേറ്റങ്ങളും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് കൊണ്ടാണ് ആ വ്യക്തി ജീവിക്കുന്നത്. നിങ്ങളല്ലാതെ ഒരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിലില്ല. എന്തൊക്കെ ദുരിതങ്ങളുണ്ടെങ്കിലും നിങ്ങൾ നാളെ ആ വ്യക്തിയെ വിജയത്തിലേക്ക് നയിക്കും. നിങ്ങൾ ആ വ്യക്തിക്ക് സന്തോഷം നൽകുമെന്നൊരു പ്രതീക്ഷ ആ വ്യക്തിക്കുണ്ട്. രാത്രിയിൽ ആ വ്യക്തി കാണുന്ന സ്വപ്നങ്ങളിലൊക്കെ നാളെ നിങ്ങളുമായി ചേർന്ന് ഒരു നല്ല ജീവിതം ഉണ്ടാവും, നിങ്ങളുമായി ചേർന്നൊരു നല്ല വിജയം ഉണ്ടാവും. അതുതന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് ആ വ്യക്തി മോഹിക്കുന്നതും. അങ്ങനെ ഓരോ ദുഃഖങ്ങൾക്കും അപ്പുറത്ത് നിങ്ങൾക്കൊപ്പമുള്ള ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് ആ വ്യക്തി തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. അടുത്തതായിട്ട് രണ്ടാമത്തെ സൂര്യനെ പൈലായി സ്വീകരിച്ചുള്ള റീഡിങ്ങാണ്. ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും കയങ്ങളിൽ നിൽക്കുമ്പോഴും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് ആ വ്യക്തിക്ക് ഇഷ്ടം. ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും വലുതായിട്ട്
മറ്റെന്തിനേക്കാളും മൂല്യമുള്ളതായിട്ട് നിങ്ങളെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി കാണുന്നത്. പക്ഷെ ജീവിതം നിങ്ങൾ രണ്ടുപേരും ആലോചിച്ച രീതിയിൽ പോയിട്ടില്ല. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും എപ്പോഴും ഉണ്ടായി. പക്ഷേ ജീവിതത്തിൽ എന്ത് നേട്ടം ഉണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാനും ആ വ്യക്തിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ച് ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ട് ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് ജീവിക്കാൻ ആ വ്യക്തിക്ക് ഒരുപാട് പ്രേരണകളുണ്ടായിട്ടുണ്ട്. ആ പ്രേരണകളെന്ന് പറയുന്നത് നിങ്ങൾ നൽകിയ ആത്മവിശ്വാസമാണ്. ആ വ്യക്തിക്ക് അറിയാം ജീവിതത്തിൻ്റെ ഒരു വലിയ സ്ഥലത്താണ് താൻ നിൽക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികൾ താൻ അറിയാതെ തന്നെ ചുറ്റപ്പെട്ടിട്ടുണ്ട്, വലയം ചെയ്തിട്ടുണ്ടെന്നൊക്കെ ആ വ്യക്തിക്ക് അറിയാം. നിങ്ങളെ ആ വ്യക്തിക്ക് സ്നേഹിക്കാനുള്ള അവകാശമില്ലെന്നോ നിങ്ങൾ തിരിച്ച് സ്നേഹിക്കുന്നില്ലെന്നോ ഒക്കെ ആ വ്യക്തിക്ക് തോന്നലുകളുണ്ട്. പക്ഷെ ആ തോന്നലുകൾക്കിടയിലും നിങ്ങൾ എന്നെങ്കിലും ഒരിക്കൽ ആ വ്യക്തിയെ കൃത്യമായി മനസ്സിലാക്കുമെന്നോ ആ വ്യക്തിയുടെ തിരസ്കരിച്ച, ഇപ്പോൾ ഇതിനകം തന്നെ നിങ്ങൾ തിരസ്കരിച്ച അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വിഷമം ഉണ്ടാകുന്ന പല വാക്കുകളും പറഞ്ഞ, നിങ്ങളോട് പരിഭവവും വിഷമമൊന്നുമില്ലാതെ ആ ദുഃഖത്തേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ നിങ്ങളോടുള്ള ആ ദേഷ്യത്തേക്കാൾ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുന്ന മനസ്സുമായിട്ടാണ് ആ വ്യക്തി നിൽക്കുന്നത്. ആ വ്യക്തിക്കറിയാം എന്തെങ്കിലും അറിയാതെ എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ പറഞ്ഞാൽ അല്ലെങ്കിൽ അത് ആ വ്യക്തിയിൽ വിഷമം ഉണ്ടാക്കുമെങ്കിലും അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു. ഓടിച്ചാലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ആ വ്യക്തി ഒഴിവാക്കാൻ നിങ്ങൾ ശ്രമിച്ചാലും ഒരിക്കലും ആ വ്യക്തി പോവില്ല. നിങ്ങൾ ആ വ്യക്തിക്ക് മുമ്പിൽ വാതിലുകൾ അടച്ചിട്ടാലും ആ വ്യക്തി ഒരിക്കലും നിങ്ങളെ വിട്ടു പോവില്ല. വാതിലിൻ്റെ പുറത്ത് എവിടെയെങ്കിലും നിങ്ങളെ കാത്ത ആ വ്യക്തി എന്നും ഉണ്ടാകും. കാരണം ആ വ്യക്തിയെ സംബന്ധിച്ച് ഹൃദയത്തിൽ നിങ്ങളെപ്പോഴും ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളില്ലാത്ത ഒരു ദിവസം അല്ലെങ്കിൽ ഒരു സമയം, ഒരു മണിക്കൂർ, ഒരു നിമിഷം അതൊരിക്കലും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ധാരാളം സന്തോഷം ഉണ്ടാകും. നിങ്ങൾ ഇല്ലെങ്കിൽ അതൊരു വലിയ ദുഃഖമായിട്ട് മാറും. ആ വ്യക്തിക്ക് ജീവിതത്തിലെ ഭൗതിക നേട്ടങ്ങളല്ല പ്രധാനം, നിങ്ങളെന്നും ഉണ്ടാകണം എന്നുള്ളതാണ്. പക്ഷെ ഒരുപാട് കഴിവിൻ്റെയും ഒരുപാട് മൂല്യത്തിൻ്റെയും ഒക്കെ ഉടമയാണ് ആ വ്യക്തി. അതൊരു പക്ഷേ ആ വ്യക്തിയുടെ ജീവിതത്തിലെ നന്മയാകാം, ഇഷ്ടമാകാം, സ്നേഹമാകാം, ഭൗതികമായ നേട്ടങ്ങളാകാം. എല്ലാത്തും കൊണ്ടും സമ്പന്നമാണ് ആ വ്യക്തി. രാത്രികാലങ്ങളിൽ നിങ്ങളോട് ഒരുമിച്ച് മാത്രമുള്ള ജീവിതത്തെക്കുറിച്ചാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. രാത്രിയിലാണ് ആ വ്യക്തിക്ക് നിങ്ങളോട് ഏറ്റവും കൂടുതൽ പ്രണയം ഉണ്ടാകുന്നത്. മറ്റു ചില തടസ്സങ്ങൾ പകലിലുണ്ടാകുമ്പോൾ രാത്രി എന്നും നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിരിക്കാനാണ് ആ വ്യക്തിക്ക് ഇഷ്ടം. നിങ്ങളുമായി ഒരുമിക്കുന്ന ആ ദിവസത്തെ സ്വപ്നം കണ്ടാണ് ആ വ്യക്തി കിടന്നുറങ്ങാറ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.